പീഡിപ്പിച്ച് ഓരോന്നെ ഭഗവതി അത് നാടായ നാട് മുഴുവൻ നടക്കുമായിരുന്നു. ആ പാവം പിടിച്ച നാടായ നാട് മുഴുവൻ ചെരുപ്പ് തേച്ച് നടക്കുമായിരുന്നു. നാടായ നാട് മുഴുവൻ ഇതുപോലെ അവനെ ഇതുപോലെ പല കമ്പനിയിൽ ഓടിച്ച് പല കമ്പനിയിൽ ഇതുപോലെ അവൻ ചെല്ലുന്നിടത്തും എല്ലാം ഓടിയായിരുന്നു ജോലി. അങ്ങനെ ഒരു ദിവസം അയ്യോ മുരളിയ ഡയാനെ വിളിക്കുന്നു, മുരളിയ ഡയാന ഇതുപോലെ കഥയുണ്ടാക്കല ജോലി, മുരളിയ ഡയാനെ വിളിക്കുന്നു, മുരളിയ ഡയാനെ വിളിക്കുന്നു, ഡയാനെ വിളിക്കുന്നു, മുരളിയ ഡയാനെ വിളിക്കുന്നു. ഇങ്ങനെ ഇതുപോലെ ഓരോ പെണ്ണുങ്ങളെ മാനങ്ങളെയൊക്കെ ഒപ്പിച്ച് ഓരോ അവൾമാരെ കൊണ്ട് വിളിപ്പിച്ചേച്ച് മുരളിയ ഡയാനെ വിളിക്കുന്നു, മുരളിക്ക് രോഗം, മുരളിക്ക് ഷുഗർ, ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുകയായിരുന്നു. പാടിക്കൊണ്ട് മുരളിക്ക് രോഗം, മുരളിക്ക് ഛർദ്ദിക്കാനെല്ലാം കൊടുത്തേച്ച് ഛർദ്ദിയായിരുന്നു ജോലിയൊന്നും. അവനെ ഛർദ്ദിപ്പിച്ചും വലച്ച് ഭഗവാനെ അവനെ ഒത്തിരി വലച്ചു. എന്തുവാ ഭഗവാനെ ഇങ്ങനെ വലപ്പിക്കുന്നത്? 4 സ്ഥലത്ത് അവൻ ഓടി ജോലി ചെയ്ത് വലച്ച് അവനൊരു കമ്പനി തുടങ്ങി. അതുമെല്ലാം പൂട്ടി കെട്ടിച്ച് അവന്റെ ഫുട്ബോൾ തന്നെ അവന്റെ കൂട്ടുകാരെ കൊണ്ട് പൈസ എല്ലാം വാങ്ങിച്ച് പിന്നെ മുരളി വിരിച്ചു വയ്ക്കാൻ പൈസ കൊടുക്കത്തില്ല. അങ്ങനെ എല്ലാം നശിപ്പിച്ച് എന്തെല്ലാം നടത്തി കൊണ്ടോ ഇങ്ങനെ എല്ലാം നടത്തി നശിപ്പിച്ച് നമ്മളോട് ഇതന്നായിരുന്നു ഇതുപോലെ നമ്മളെ നടത്തിയത്. ഇതുപോലായിരുന്നു നമ്മൾ ജോലിക്ക് പോയാൽ അവിടുന്ന് ഓടിക്കുക, നമ്മളെ അവിടുന്ന് ഓടിക്കുക. പുള്ളി തെളിവില്ലയോ നമ്മുടെ മുരളിയെ വിളിച്ചിട്ടുണ്ടെന്നുള്ളത് തെളിവുണ്ട്. നാട്ടുകാരെല്ലാം പറയുന്ന ഇത് മുരളിയെ വരച്ച കാര്യങ്ങളെല്ലാം നാട്ടുകാർക്കറിയാം. അവനെ കോയമ്പത്തൂര് നാഗർകോവില് ഹിന്ദികൾ ഇങ്ങനെ 4 വേറെ 4 ആഴ്ചയിൽ ഓടി പോകുന്നത് ഓടി. അവനെ എല്ലാം വരച്ച് നശിപ്പിച്ച് അവന്റെ 3.5 സെന്റ് ഒക്കെ അതുമെല്ലാം വിറ്റെടുത്തേക്ക് അവനെ വക വരുത്തിയത്. എല്ലാം വിറ്റ് മൊടിപ്പിച്ച് നശിപ്പിച്ച് വക വരുത്തിയത്. ഇല്ല 3.5 സെന്റ് വരെ എല്ലാം. അതുപോലെ നമ്മളെ ലവനങ്ങ് വർഷമോ ഇതുപോലെ കഥയുണ്ടാക്കാൻ നോക്കി. ഫിനാൻഷ്യൽ ക്രൈസിസ് കഥകൾ നമ്മൾ നല്ലപോലെ ജോലി ചെയ്യും, നമുക്ക് കാശ് കിട്ടുന്നതാ. നമ്മളെ അവിടുന്ന് എല്ലാം ഇങ്ങനെ ജോലി ചെയ്തിടത്തും നല്ല ഓടിക്കായിരുന്നു ജോലി. ഫിനാൻഷ്യൽ ക്രൈസിസ് കഥയുണ്ടാക്കി നമ്മളെ അങ്ങ് വകവെക്കാൻ. നമ്മൾ കാനഡയിൽ പോയി ജോലി ചെയ്യുന്ന വർഷങ്ങളാണ് കഴിഞ്ഞ്. നമ്മളെ പിടിച്ചു വെച്ചിട്ട് നിൽക്കുക. പിടിച്ചു വെച്ചോണ്ട് 2 ലക്ഷം രൂപയാണ് നമ്മൾ മുടക്കിയത്. 2 ലക്ഷം രൂപ കയ്യൊക്കെ മോതിരം വരെ ഇതാക്കിയിട്ടാണ് നമ്മൾ പൈസ കൊടുത്തത്. മോതിരം വരെ വിറ്റ്. ഭഗവാനെ എന്റെ മഹാലക്ഷ്മി നീ ഇവളുമാരെ റെഡിയാക്കണം ദേവി. ഇവളുമാരെ റെഡിയാക്കും. ഇവളുമാരൊന്നും സ്വസ്ഥതയോടെ ജീവിക്കത്തില്ല. ഇവളുമാരെല്ലാം നശിച്ച് നാരായണക്കല്ലേക്ക് പോകേയുള്ളൂ. നശിച്ച് നാരായണക്കല്ലേക്ക് പോകേയുള്ളൂ. ഇല്ല ദൈവം കണ്ടിട്ടുണ്ട് ആരാ പീഡിപ്പിക്കുന്നവരുടെ ഒരു സ്വസ്ഥതക്കുറവ് നടക്കുക. ഇങ്ങനെ മറ്റുള്ളവർ നോക്കി എന്ത് ചെയ്യുന്നു രാവിലെ എണീറ്റോ എന്തോ തിന്നോ ഗ്യാസ് അടിക്കണം ലേസർ അടിക്കണം ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇങ്ങനെ നോക്കി നടക്കുക. കുറെ ഫോണും പിടിച്ച് കുറെ കിളവും മുതുക്കം വരെ ഒരു കോമനാട് എന്ന് പറയുന്നത് ഇങ്ങനെ ഫോണും പിടിച്ച് ഇങ്ങനെ നടക്കുക. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കയറി ആരാണ് അവനിങ്ങനെ ഫോണും പിടിച്ച് ഇങ്ങനെ നടക്കുക. ഇങ്ങനെ ഫോണും പിടിച്ച് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ നടക്കുക. അത് നമ്മളെ അറ്റാക്ക് ചെയ്യണം എങ്ങനെങ്കിലും. ഇങ്ങനെ കുറെ നടന്നു പണ്ടും അവനിങ്ങനെ മതില് നോക്കി മതില് ചാടിച്ചാടിയ ഇരിപ്പായിരുന്നു അവൻ പണ്ടും. മതില് ചാടിച്ചാടിയ ഇരിപ്പായിരുന്നു അവൻ പണ്ടേ. 2019-20 നമ്മൾ കുളിക്കാൻ പോകുന്നുണ്ട്. അവിടെ ഇങ്ങനെ പമ്മി വന്ന് അവിടെ ഇരിക്കും. ഇങ്ങനെ എവിടൊക്കെ ഉണ്ട് അവിടൊക്കെ ഇങ്ങനെ പമ്മി ഇരിപ്പാ ജോലി. ഇങ്ങനെ കുറെ ഇതുപോലെ തന്നെ ആയിരുന്നു. ഇങ്ങനെ പമ്മിനോടെ പാടുന്ന ജോലി പണ്ടും. ഇങ്ങനെ സ്വസ്ഥതയില്ല ഇരിക്കാൻ. ഇങ്ങനെ നടക്കുക. അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു. കുറെ എണ്ണം ഇങ്ങനെ നോക്കിയിരിക്കുക എന്തോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. കുറെ വകഞ്ഞു വെച്ചങ്ങ് നടക്കുക. പീഡിപ്പിച്ച് നടക്കുക. ഇങ്ങനെ ഒത്തിരി അടുത്ത് കയറി ഇവന്മാര്. ഒത്തിരി അടുത്ത് കയറി ഇങ്ങനെ. ഫിനാൻഷ്യൽ ക്രൈസിസ് കഥയുണ്ടാക്കാൻ കുട്ടച്ചാലെന്ന് വൈകിട്ട് 7:30 ആകുമ്പോഴാണ് തുടങ്ങുന്നത്. മക്കളെ വെച്ചിരിക്കുന്നതാണ്. അയ്യോ പറഞ്ഞു വിചാരിച്ച് വസ്തുവിന്റെ പ്രമാണം എന്റെ ഇരിക്കുന്നത്. ഇങ്ങനെ എന്തുവാ എല്ലാവരും കൂടി ഇങ്ങനെ നടക്കുക. ട്രാൻസ്ഫോമറൊക്കെ ഓഫ് ചെയ്യാൻ ഏതാണ്ടെല്ലാം ഓഫ് ചെയ്ത് ഇന്ന് കറണ്ട് വരത്തില്ല നമ്മൾ ചോദിച്ചപ്പോ. നമ്മുടെ ഫേസ്ബുക്കിൽ എഴുതി ഇന്ന് കറണ്ട് വരത്തില്ല. എന്തോ പ്ലാൻ ഇടുന്നുണ്ട്. ഇന്ന് കറണ്ട് ഉടനെ കറണ്ട് വന്നു. 5 മിനിറ്റിന്. ഇന്ന് കറണ്ട് ഇല്ല, നാളെ വരത്തുള്ളൂ. ആ രാത്രി നമ്മളെ വകവരുത്താനൊക്കെ ആയിരുന്നു ഇങ്ങനൊക്കെ. പക്ഷെ അന്നേരം നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയാൽ കറണ്ട് ഇല്ല ഇവിടെ. നമ്മളെ എന്തൊക്കെയോ വകവരുത്താനുള്ള പല പരിപാടികൾ ഇവന്മാർ ഇങ്ങനെ വട്ടം കൂടി ഇവര് കുറെ അവന്മാരുമായിട്ട് വട്ടം കൂടി നടക്കുന്നുണ്ട്. നമ്മളേതോ കുഞ്ഞുമോന്റെ വീട്ടിൽ വക്കാണ്ടായിരിക്കും നമ്മൾ വസ്തു വെച്ചെന്നൊക്കെ കഥയുണ്ടാക്കിയത്. അങ്ങനെ കുറെ എണ്ണം ഇങ്ങനെ കൂടി നടക്കുകയായിരുന്നു. ഏറ്റവും അവസാനം കറണ്ട് ഇന്ന് വരത്തില്ലെന്ന് പറഞ്ഞ കറണ്ട് 5 മിനിറ്റ് കൊണ്ട് കറണ്ട് വന്നു.
ഭഗവാനെ എല്ലാരും ഒന്ന് സന്തോഷിച്ച് അവിടെ മാറിയിരിക്കുകയായിരുന്നു. ഇവിടെ ഒന്നും ആരുമില്ല. എന്നെ ഇതുപോലെ ചെല്ല മുരളിയെ തന്നെയാക്കി കൊന്ന പോലെ എന്നെ തന്നെയാക്കിയിട്ട് എന്റെ എന്റെ മരണവാർത്ത അറിയാനായിട്ട് ഇങ്ങനെ കാതോർത്തിരിക്കുമായിരുന്നു ചിലവർ. മരണവാർത്ത കെട്ടിത്തൂങ്ങി ചത്തെന്നുള്ള മരണവാർത്ത അറിയാൻ വേണ്ടി. ഫൈനാൻഷ്യൽ ക്രൈസിസ് കാരണം ഞാൻ അങ്ങ് കെട്ടിത്തൂങ്ങി ചത്തെന്ന്. അപ്പോഴാണ് നമ്മളെ എഴുതി വെച്ചത് നമ്മളെ ഇങ്ങനെയൊക്കെ നമ്മളെ വകവരുത്താൻ നോക്കുന്നത്. നമ്മളെ ഇങ്ങനെയൊക്കെ ഇവന്മാര് കുറെ എണ്ണം കൂടി നമ്മളെ പീഡിപ്പിക്കുന്നു. ഇന്നതാണ് സംഭവം എന്ന് പറഞ്ഞപ്പോ പിന്നെ ആളുകളെല്ലാം നോക്കാൻ തുടങ്ങി, വരാൻ തുടങ്ങി, എഴുതി വെക്കുന്നതൊക്കെ വായിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോ പിന്നെ എല്ലാവർക്കും വെപ്രാളം. അയ്യോ മായിക്കോ 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 എന്ന് പറഞ്ഞു വെപ്രാള. അവന്മാര് ശരീരത്തിന്റെ വെപ്രാളപ്പെടുന്ന കാര്യമില്ലല്ലോ. അന്ന് വെപ്രാളം പിടിക്കുക അവരവന്മാര്. വെപ്രാളത്തോടൊന്ന് ഓടുമായിരുന്നു വെപ്രാളപ്പെട്ട്. എന്റെ കാറ് ഇറക്കിക്കൊണ്ട് പോകണം. ഓരോവൻ പറയുന്നത് കാറ് കൊണ്ടുപോകണം. ഇവളുടെ കാറ് എനിക്ക് ആരും എന്റെ വീട്ടിൽ കിടക്കുന്ന കാറ് എടുക്കാൻ ബിജു നെടിയവറമ്പി എന്തോ എന്റെ പേര് വല്യത്ത് വഴക്കയില്ല. അവൻ കാറ് എടുത്തോ ഇറക്കിക്കൊണ്ട് പോകണം. അങ്ങനെ കാർ ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ കാറാണല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും ചോദിച്ചു ആരും നമ്മുടെ കാർ ഇറക്കിക്കൊണ്ട് പോയതിനൊക്കെ. ഇവരൊക്കെ എന്റെ കാർ, നാട്ടുകാർ എന്റെ കാർ ഇറക്കിക്കൊണ്ട് പോകാൻ ആരാ? എന്തെല്ലാം കാർ ഇറക്കണം. അങ്ങനെ പല പല വേദനകളായിരുന്നു. ഇനി വരുമല്ലയോ എന്തുവാ ഹെൽമെറ്റും മാസ്കും ഒക്കെ വെച്ച് ഇറങ്ങുമല്ലയോ. ഹെൽമെറ്റും മാസ്കും ഒക്കെ വെച്ചാ ഇറങ്ങുന്നത്. പോലീസ് ഇതിനെല്ലാം കൂട്ടാ. പോലീസ് അങ്ങ് കൂട്ടാ. ഇതിനൊക്കെ ക്രിമിനൽസിനങ്ങ് കൂട്ടാ. അയ്യോ പോലീസ് അങ്ങ് കൂട്ടാ. നമ്മള് വിളിച്ചു പറഞ്ഞാലൊന്നും വരത്തില്ല പോലീസുകാര്. ഒന്നാർക്ക് കൂട്ടാ. 5 CCTV അടിച്ചു പൊട്ടിച്ചാലും എന്തുവാ വന്ന് പിഴച്ച് കല്ലെറിഞ്ഞാലും ചീത്ത വിളിച്ചാലും മാസ്കും ഹെൽമെറ്റും ഒക്കെ വെച്ചാ ഇങ്ങനെ വരുന്ന കള്ളന്മാര് ഹെൽമെറ്റ് ഊരത്തില്ല. നമ്മുടെയൊക്കെ വീട്ടിലോട്ട് വരുന്ന കള്ളന്മാര് ഹെൽമെറ്റ് ഊരത്തില്ല. ആളറിയില്ലല്ലോ. അതുകൊണ്ട് ഹെൽമെറ്റ് ഒക്കെ വെച്ചാ മാസ്ക്. ഇപ്പം സുബ്രഹ്മണ്യൻ ചില മാസ്ക് വെച്ചാ നടക്കുന്നത്. സുബ്രഹ്മണ്യന് മാസ്ക് വെച്ചാൽ നടക്കാനും പറ്റില്ല. ഇങ്ങനെ നടക്കുക മാസ്കും ഒക്കെ വെച്ച്. ആരാണ്ടാന്ന് പറഞ്ഞിങ്ങനെ നടക്കുക മാസ്കും ഒക്കെ വെച്ച്. മുരളിയുടെ മോൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഹെൽമെറ്റ് ഒക്കെ ഇങ്ങനെ വെച്ചേ പാല് കൊണ്ടുവരാൻ വരത്തുള്ളവർ. ഇങ്ങനെ അവനാരും ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന രാവിലെ ഇങ്ങനെ വരിക, പിന്നെ ഇങ്ങോട്ട് വന്നാൽ തിരിച്ചു പോയെന്ന് കഥയില്ല. അങ്ങനെയൊക്കെയാ അവൻ രാവിലെ ഇങ്ങനെ വരികയായിരുന്നു. ഹെൽമെറ്റ് ഊരത്തില്ലവൻ. ഹെൽമെറ്റ് ഊരാതെ ഇങ്ങനെ വരിക. അപ്പൊ ആളാരാന്ന് അറിയത്തില്ല തലയിൽ വെച്ചിരിക്കുന്നത്. അതിനാ എടാ നിന്റെ തല വെച്ച് നിന്റെ ശരീരപ്രകൃതി നിന്റെ കണ്ടാ അറിയത്തില്ല നീ ഇന്നവരാണ്. നീ എന്ത് വിചാരിക്കും? നീ എന്തൊക്കെ ഇന്നലെ ഒരു പെൺകൊച്ചിനെ കാണാതെ പോയി. പെൺകൊച്ച് തിരുവനന്തപുരത്ത് ബസ് സ്റ്റാൻഡിൽ ചെന്നിറങ്ങുന്നതിന്റെ CCTV ക്യാമറകൾ മനസ്സിലായിരിക്കും. എങ്ങനെയായാലും മനസ്സിലാവും. CCTV ക്യാമറ നമ്മളുണ്ടോ, നമ്മൾ ഇതിനകത്ത് ഇരിക്കുന്നത് മനസ്സിലാവും. എത്ര ആൾമാറാട്ടം നടത്തിയാലും ശരി മനസ്സിലാവും. ഓരോ ഇങ്ങനെ പോകുന്നു.